ഇതെന്താ ഈ ചേച്ചി ബാസ്ക്കറ്റൊക്കെ ആയിട്ട് മുറ്റത്ത് കൂടെ തേരാപാരം നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. എല്ലാവരും വേറെ ഒന്നും ഇല്ലാട്ടോ, നമ്മുടെ കുറിഞ്ഞെ പ്രസവം നിർത്താൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുന്ന ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരെണ്ണുണ്ടായിരുന്നു, അതിനത്ര ഉറപ്പും ബലം പോരാ, കാരണം അതിനാണ് നമ്മുടെ കുറിഞ്ഞി ചാടി പോയത് കേട്ടോ. അപ്പോൾ കുറിഞ്ഞൊരു 8-9 പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പ്രസവം നിർത്തിയില്ലെങ്കിലേ അവളുടെ ആരോഗ്യം വളരെ മോശമാവും എന്നുള്ള അത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ പ്രസവം നിർത്താന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവളെ 4-5 പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രസവം നിർത്താൻ കൊണ്ടുപോയതാണ് കേട്ടോ. ആദ്യത്തെ വട്ടം പ്രസവം നിർത്താൻ കൊണ്ടുപോയപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ അവൾ ഗർഭിണിയായിട്ട് 1 മാസമായി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത്തെ വട്ടം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രസവം നിർത്താൻ വരണേൻ്റെ ഒരാഴ്ച മുമ്പ് കുട്ടി പാലൊന്നും കൊടുക്കാതെ നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടികളെയൊക്കെ മാറ്റി അവളെ മാറ്റി നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രസവം നിർത്താൻ പോയപ്പോൾ പാൽ അവിടെ കല്ലച്ചിട്ട് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. 3ാമത്തെ വട്ടം കൊണ്ടുപോയപ്പോൾ അവൾ ആ കൊട്ട ഇന്ന് ചാടി പോയിട്ടോ. പക്ഷെ നമ്മൾ അവളെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഈ തവണ ഇത്തിരി ബലമുള്ള കൊട്ടയിൽ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പുതിയതൊരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് കൊട്ടയിൽ ഇരുത്തി നോക്കിയതാണ്. കൊട്ട കാണുമ്പോഴേ അവൾക്ക് പേടിയാണ് കേട്ടോ. കൊട്ടയൊക്കെ ദൂരെ നിന്ന് തുറച്ചു നോക്കണ ആളാണ്. പക്ഷെ എന്തോ ഇതിൽ കയറിയപ്പോൾ പുതിയതായതുകൊണ്ടോന്ന് അറിയില്ല, പഴയ കൊട്ടയല്ലല്ലോ. അപ്പോൾ അവൾക്ക് അപകടമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. അവളുടെ മകനെയൊക്കെ വിളിച്ച് കയറ്റിയിട്ട് അതിലിരുന്നിട്ട് ഇങ്ങനെ നക്കി തുടക്കണൊക്കെ ഉണ്ടാവും. നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ നമ്മുടെ കുറിഞ്ഞിനെ പ്രസവം നിർത്താൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് ഹോസ്പിറ്റൽ പോയി സർജറി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ കുറിഞ്ഞിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും അവൾക്ക് മെഡിസിൻ കൊടുക്കുന്നതും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ടോ. തൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു സന്തോഷമുള്ള കാര്യം കൂടിയും പറയാണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം.